എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ, നമുക്കിവിടെ സുഖമാണ് കേട്ടോ. അതേപോലെ നമ്മൾ നിങ്ങളെയും കൂടെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളൂ കേട്ടോ. ഇത് ഫ്രഷ് ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണേ. കണ്ടില്ല, ഫ്രഷ് ഈത്തപ്പഴമാണേ. അപ്പോൾ അത് നമുക്കൊന്ന് കുരുവൊക്കെ കളഞ്ഞ് ഇതിന് മേലെ ഒരു സ്കിന്നിൽ ഒരു തൊലി ഉണ്ടാവും കേട്ടോ. ഈ തൊലി എന്തായാലും നമ്മൾ അടത്തിയെടുക്കണം. ഇതേപോലെ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു തൊലി ഇങ്ങനെ കടിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. തൊലി ഇത് അടന്ന് വരുന്നുണ്ടോ. അപ്പോൾ തൊലിയൊക്കെ അടുത്തിട്ട് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഈത്തപ്പഴം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് എന്താണെന്നറിയോ ഒഴിച്ചു കൊടുക്കുന്നത്, ഞാൻ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, തേനാണ് കേട്ടോ. തേൻ ഒഴിച്ചിട്ടുണ്ട്, പഞ്ചസാര ഇടുന്നില്ല കേട്ടോ. തേനാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനോട് അനുസരിച്ചിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് റവ. ഇത് റവ ഏത് റവയായാലും കുഴപ്പമില്ല കേട്ടോ. 1 കപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് അരക്കണ്ട കേട്ടോ. ഒന്ന് കറക്കിയിട്ട് എടുക്കാം. മുട്ട ഒന്ന് കറങ്ങണം, അത്രയേ ഉള്ളൂ. 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് നമുക്ക് ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കാം. നുള്ളുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നെയ്യ് പരട്ടി വെച്ചിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം, ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സ്വാദിഷ്ടമായ നമ്മളെ ഈത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന സ്നാക്കാണെങ്കിൽ അടിപൊളിയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഒന്നും ഇടുന്നില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ എന്തെല്ലാം ഒരു ഇടും. അപ്പോൾ അതേപോലെ ഒന്നും കളറോ അതോ ഇതോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ആവിയിൽ വേവിച്ച കേക്ക് പോലെ ഉണ്ട്, പക്ഷെ ഇത് കേക്കല്ല കേട്ടോ. അത് കളർ എന്താണെന്ന് വെച്ചാൽ കളറ് ഈത്തപ്പഴത്തിൻ്റെ കളറാണ് കേട്ടോ. അത് അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് കേക്ക് പോലെ ഇല്ല, കേക്കല്ല കേട്ടോ. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ കേട്ടോ, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ കളർ ഇതിലാണ് ഞാൻ മുറിക്കുക. കേക്ക് പോലെ ഒന്നും ഞാൻ കട്ട് ചെയ്യില്ല. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈത്തപ്പഴമാണ് തേനാണ് ചേർത്തിട്ടുള്ളത്. വേറെ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. കാരണം കളറോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈത്തപ്പഴം വെച്ചിട്ട് ഇതേപോലത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിക്കാൻ നല്ലതാണ്. കുട്ടികളെ മക്കളും കേക്കാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറ്റിക്കുകയും ചെയ്യാം കുട്ടികളെ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവരും ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യുക. സിമ്പിൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഓരോ ഐറ്റമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മൾ നന്ദി പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ബൈ.